ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പപ്പായ കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ പപ്പായ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം നമ്മൾ ഒരു പകുതി ഭാഗമേ നമ്മൾ എടുക്കുന്നുള്ളൂ. കാരണം ഇത് വലിയ പപ്പായയാണ്. അപ്പം കുറേ ഉണ്ടാകും. ഇങ്ങനെ ഈ ചെത്തി എടുക്കണേ തന്നെ ഇച്ചിരി പാടാണ്. അപ്പം നമ്മളതിൻ്റെ ഒരു ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. ഒക്കെ ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, മുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സാക്കിയ ശേഷം നമ്മൾ ഈ പപ്പായ എടുത്തിട്ട് അരിഞ്ഞു വെച്ച പപ്പായ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കുഴച്ച് വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ മീനൊക്കെ വറുക്കാൻ വെക്കുന്ന കൂട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ അതിൽ നിരത്തി വെക്കും. അപ്പം നമുക്ക് നിരത്തി വെക്കണ്ടേ? എന്നിട്ട് നിരത്തി വെക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരുപാട് വലിയ പാനൊന്നുമല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചേ നമുക്ക് ഫസ്റ്റിൽ പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പൊരിച്ചെടുക്കുമ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ചാൽ പൊരിച്ചെടുക്കുമ്പം അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളെ ഇത് ഭയങ്കര മധുരം കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളെ മസാലേൻ്റെ എരിവുണ്ട്, പിന്നെ ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇത് നമ്മളെടുത്ത് നല്ല കരിമ്പ് പോലെ പച്ച പപ്പായ ആയിരുന്നല്ലോ. പക്ഷെ അത് ഇങ്ങനെ ആക്കി കൊണ്ടുവരുന്ന സമയത്ത് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. പിന്നെ ഈ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് കഴിക്കും. കാരണം ഇതിന് മധുരം ഉണ്ടല്ലോ. അപ്പോൾ എരിവ് അധികം നമുക്ക് അറിയില്ല. അപ്പോൾ അപ്പം നമ്മളെ പപ്പായ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനിന് പകരം, മീൻ കൂട്ടാത്തവർക്ക് മീനിന് പകരം ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്.